ഹലോ. ഇന്ന് രാവിലെ തന്നെ എണീറ്റു കേട്ടോ. ഒരു ഫംഗ്ഷൻ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഒപ്പം തന്നെ ചായ ഉണ്ടാക്കി. ചായയല്ല, കാപ്പിയാണ് ഞങ്ങൾ കുടിക്കാറ്. അപ്പോൾ കാപ്പി ഉണ്ടാക്കി മാറ്റിയും വെച്ചു. അപ്പം ഞാൻ ഇന്നലെ മക്കളെല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഹോളിലാണ് കിടന്നത്. ചേച്ചിയുടെ മക്കളും ഉണ്ട്. അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയേക്കുകയാണ്. അപ്പം രാവിലെ ഇവിടെ ചായക്കടി ഞങ്ങൾ മാത്രമല്ലല്ലോ, അപ്പം കുറച്ചുണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ശർക്കര കൊണ്ടാണ് കേട്ടോ. അതായത് ഗോതമ്പ് കുഴച്ചിട്ട് അതിൽ ഉരുള പോലെ ആക്കിയിട്ട് അതിൽ ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക, ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ചപ്പം അരിയൊക്കെ ഇട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടോ. ഇനി അതവിടെ ഇരുന്ന് ആയിക്കോളും. തൊട്ടപ്പുറത്ത് അടുപ്പിൽ ഞാൻ ഈ ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ അരിപ്പയിൽ ഉരുട്ടിയിട്ട് ഈ ഇറക്കി വെക്കും, ചെമ്പിൽ ഇറക്കി വെക്കും. അതിൽ ആവിയിലിരുന്നത് ഇങ്ങനെ വെന്തോളും. ആ സമയം കൊണ്ട് നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ച് മറിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിനകത്ത് വെച്ച് അടച്ച് വെച്ചു. ഇനി നമ്മൾ പോകാറാകുമ്പോഴത്തേക്കൊക്കെ ഊറ്റി വെച്ചാൽ മതി. അപ്പം സച്ചു ഇടയ്ക്ക് എണീറ്റ് വന്ന് അവൻ എന്തൊക്കെയോ വെട്ടിയെടുക്കുന്നൊക്കെ ഉണ്ട് പേപ്പർ കഷ്ണം കൊണ്ട്. അപ്പോൾ നമുക്കിനടുത്ത കോഴിക്കുള്ള തീറ്റ കൊടുക്കണ്ടേ. അപ്പോൾ തലേന്ന് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു, അതുപോലെ ചപ്പാത്തി 2 ബാക്കി ഉണ്ടായിരുന്നു. അതൊപ്പം തന്നെ നമ്മൾ കോഴിത്തീറ്റയാണത്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ 2-3 കയ്യിൽ കോഴിത്തീറ്റ എടുക്കും കേട്ടോ. നമ്മുടെ ചോറ് അപ്പോൾ കുറച്ചേറെ ഉണ്ട്, അപ്പം അതിനനുസരിച്ച് നമ്മൾ കോഴിത്തീറ്റ എടുക്കുകയുള്ളൂ. അപ്പം അതും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇളക്കിയിട്ട് ആ ചപ്പാത്തിയൊക്കെ കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചു. ഇനി നമുക്ക് കോഴികളെ തുറന്ന് വിടണ്ടേ. ഞാനിവിടെ നിന്ന് ചെല്ലുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാവരും വാതിക്കൽ തന്നെ വന്നിപ്പുണ്ട് കേട്ടോ. അപ്പം രാവിലെ മുതലേ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ് തുറന്ന് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ്റെ പൂട്ട് വളരെ ബുദ്ധിമുട്ടാട്ടോ തുറക്കാൻ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ തുറന്നു. ഇപ്രാവശ്യം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, തുറന്ന് വിട്ടു എല്ലാത്തിനെയും. കുറേ ഉണ്ട് കേട്ടോ നമുക്ക് കോഴികൾ. ഇപ്പോൾ തുറന്ന് വിട്ടു. ഇനി അടുത്ത് കോഴികളൊക്കെ എല്ലാവർക്കും തീറ്റയൊക്കെ കൊടുത്തു. അവർ കൊതുത്തിന് തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ കോവലൊന്ന് നോക്കിയാലോ എന്ന്. അപ്പം മഴയായപ്പോഴത്തേക്കും എല്ലാം അഴുകിപ്പോയായിരുന്നു കേട്ടോ. അതിൻ്റെ കോവലിന് വള്ളിയെല്ലാം അഴുകിപ്പോയായിരുന്നു, ഒന്നുപോലും കിട്ടാനുണ്ടായിരുന്നില്ല. പക്ഷേ ആ മഴയൊന്ന് ശമിച്ചപ്പോൾ ഇഷ്ടംപോലെ വീണ്ടും തളർത്ത് വന്നു. കോവയ്ക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എനിക്കാട്ടോ. ജീവൻ്റെ ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക്. ഞാൻ മെഴുക്കുവരട്ടി വെച്ചോ തോരൻ വെച്ചോ എങ്ങനെയാണെങ്കിലും ഞാൻ കൂട്ടും. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് കോവയ്ക്ക. വേറെ ആർക്കും അത്ര പ്രിയമൊന്നുമില്ല, എനിക്കാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ മൂത്തത് നോക്കി 3-4 കിട്ടിയുള്ളൂ, കാരണം തലേന്ന് ഞാൻ പറിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നാളത്തേക്ക് കിട്ടും നമുക്ക്. അങ്ങനെ ഞാൻ പറമ്പെല്ലാം നോക്കി. അപ്പോൾ മഴ ഇപ്പോൾ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം നനയാൻ നിന്നില്ല, നനഞ്ഞാൽ പനി പിടിക്കും. നോക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മഴ ജസ്റ്റ് ഒന്ന് തോർന്നപ്പോൾ ഞാൻ മുറ്റം അടിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ റോസ് ചെടികളൊക്കെ റോസാപ്പൂവൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ മേടിച്ചല്ലേ, പൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഏതളൊക്കെ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഉള്ളിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടീനയുടെ മൊട്ടൊന്നും പൊഴിഞ്ഞ് പോയിട്ടില്ല. മൊട്ട് പൊഴിഞ്ഞ് പോകുന്നു ഞാൻ വിചാരിച്ച മഴയത്ത് നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ അതൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചായിരുന്നു, അത് വശം നട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പോയിട്ട് വന്നപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് അവരുടെ മതിലിൽ ഇങ്ങനെ നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾസ് എല്ലാം റെഡിയായി സെറ്റായി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം മഴയില്ലാത്തൊരു സമയത്താട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ അളിഞ്ഞ് പൊളിഞ്ഞ് പോകേണ്ടി വന്നേനെ. അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓട്ടോറിക്ഷ വന്നാൽ മതി. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നു മക്കളെല്ലാം. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളും ഇരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും തിരിച്ചു പോരുകയാണ്. നമ്മുടെ വീടിൻ്റെ അവിടെയുള്ളൊരു അമ്പലമാട്ടോ, നമ്മുടെ അമ്പലമാണിത്, ശിവൻ്റെ അമ്പലമാണ്. ഇവിടുത്തെ അമ്പലക്കുളത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിറയെ വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇപ്പം മഴ പെയ്തിട്ട്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ വീട്ടിൽ കുറച്ച് ദൂരം പോകണം കേട്ടോ. അങ്ങനെ വീടെത്തി.